വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ്സാണ്. സോ നമ്മുടെ എക്സാം ടൈം ആണല്ലേ, ഇന്റഗ്രേഷൻ ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് തകർത്ത് എഴുതേണ്ടതുണ്ട്. സോ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് മിസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രാധാന്യം അറിയാം അല്ലെ, വരച്ച് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. താഴെ കൊടുത്ത ദിനങ്ങളുടെ പ്രാധാന്യങ്ങൾക്ക് അനുയോജ്യമായവയിലേക്ക് വരച്ച് യോജിപ്പിക്കുക. ഏതൊക്കെയാണ് ദിവസങ്ങൾ? ഓഗസ്റ്റ് 15 ഉണ്ട്, ഒക്ടോബർ 2 ഉണ്ട്, ജനുവരി 26 ഉണ്ട്, ജനുവരി 30 ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയും ഡേറ്റ് ഉണ്ട്. ഇപ്പുറത്തതാ ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ഡേ ഉണ്ട്, രക്തസാക്ഷി ദിനവും ഉണ്ട്, സ്വാതന്ത്ര്യ ദിനവും ഉണ്ട്. അപ്പൊ ഓരോന്നിലേക്കും നമ്മൾ എന്ത് ചെയ്യണം? വരച്ചു ചേർക്കണം കൃത്യമായിട്ടുള്ള ഡേറ്റ്. അപ്പൊ ഓഗസ്റ്റ് 15 നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ, സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യയുടെ. സോ നമുക്ക് എന്ത് ചെയ്യാം? സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് വരച്ചു ചേർക്കാം. അടുത്തത് ഒക്ടോബർ 2 ആണ്. ഒക്ടോബർ 2 വരാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ പ്രത്യേകത എന്താണ്? ഗാന്ധി ജയന്തി ആണ് അല്ലെ, ഗാന്ധി ജയന്തി ആണ്. സോ നമുക്കത് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ജനുവരി 26 അല്ലെ, ജാനുവരി 26 എന്ന് പറയുന്നത് എന്താണ്? റിപ്പബ്ലിക് ഡേ ആണ്. അതും നമുക്ക് ഇതാ ഈ കൊല്ലത്തത് കഴിഞ്ഞു, അടുത്തത് വരാനിരിക്കുകയാണ്. സോ റിപ്പബ്ലിക് ഡേ നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ലാസ്റ്റ് നമ്മുടെ ജനുവരി 30 ആണ്. ജനുവരി 30 എന്ന് പറയുന്നത് ഒരു എന്താണ്? ദിവസത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? അന്ന് രക്തസാക്ഷി ദിനമാണ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, രക്തസാക്ഷി ദിനമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അതും മാർക്ക് ചെയ്യാം. അങ്ങനെ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാമോ, അതായത് ചിത്രത്തിൽ ആരാണ്, അതോടൊപ്പം തന്നെ ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇത് ആരാണ്? ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജിയാണ് അല്ലെ. അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ മക്കൾക്ക് അറിയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗാന്ധിജി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രപിതാവാണ്, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വ്യക്തിയാണ് അല്ലെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹപൂർവ്വം ബാപ്പു എന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചു, ബാപ്പു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അച്ഛൻ എന്നാണ് അല്ലെ. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേ അല്ലെ, ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മുടെ എല്ലാവരും വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്താണ്? കുട്ടികളെയൊക്കെ വളരെ ഇഷ്ടമായിരുന്നു എന്നുള്ളത് കൂടെ നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളൂ. ആ കാര്യങ്ങളൊക്കെ എഴുതിയാൽ തന്നെ മക്കൾക്ക് മുഴുവൻ മാർക്കും കിട്ടും. സോ എന്റെ മക്കൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അടിപൊളിയായിട്ട് നമ്മുടെ ലൈവുകളൊക്കെ ജോയിൻ ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നമ്മുടെ എക്സാമിന് നമുക്ക് പോകാനായിട്ട്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ബൈ.